അധികാരികൾക്ക് വേണ്ടി ഞാൻ എൻ്റെ വഴിക്ക് വേണ്ടി പല പ്രശ്നങ്ങളും അധികാരികളെ അറിയിക്കാൻ വേണ്ടി കയറാവുന്ന ഓഫീസുകൾ മൊത്തം കയറിയിറങ്ങി 2019 ഞാൻ കയറിയിറങ്ങുകയാണ്. ഇപ്പം 2017 27ആയി. ഇതുവരെയും യാതൊരു നടപടികളോ യാതൊരു വിധമായ ഒരു പഞ്ചായത്തുകാർ പോലും നോക്കാനോ മെമ്പർ ഇവിടെ നോക്കാനോ, അതായത് ആനക്കോട്ട് നെടുത്തൂർ പഞ്ചായത്ത് 15-ാം വാർഡിലാണ് മെമ്പർ ഇന്നേ വരെ ഇവിടെ വന്നൊരു കാര്യങ്ങൾ ചെയ്തിട്ടുമില്ല, അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുമില്ല. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം നിരവധി പരാതികൾ ഞാൻ പല ഓഫീസുകളും പല മന്ത്രിമാർക്കും എല്ലാ മേഖലകളിലും ഞാൻ അയച്ചു. പക്ഷേ യാതൊരു വിധമായ നടപടികളും ഇവർ എടുത്തില്ല. കോടതി വരെ ഞാൻ കൊടുത്തു. പക്ഷേ എൻ്റെ പേരിൽ നിരന്തരം ഒരു കേസ് കൊടുത്ത് തന്നെ വളരെയേറെ അങ്ങേ ബുദ്ധിമുട്ടിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലാണ് ഞാനിപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ വിഷയം എന്താണ്? വിഷയം ഇവിടെ പഞ്ചായത്തിൻ്റെ ആസ്തിയിൽപ്പെട്ട വഴിയാണിത്. പഞ്ചായത്തിൻ്റെ ആസ്തിയിൽപ്പെട്ട വഴി രജിസ്റ്ററിലുള്ളതാണ്. അത് പഞ്ചായത്തിന് ഞാൻ പരാതി കൊടുത്തു. ഇന്നതുപോലെ വഴി നമുക്ക് സൈഡ് കെട്ടിത്തരണം, പോസ്റ്റ് മാറ്റിത്തരണമെന്നും പറഞ്ഞ് പരാതി കൊടുത്തു. യാതൊരുവിധമായ നടപടികളും അവർ സ്വീകരിച്ചില്ല. പിന്നെ വരുന്ന വഴിക്ക് രണ്ട് അപ്പുറവും ഇപ്പുറവും ഇടവും ബലവും രണ്ട് വീട്ടുകാർ തങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് നമുക്ക് യാതൊരു വിധമായി ഭീഷണിയും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീട്ടിൽ വരാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പോസ്റ്റ് ഒന്ന് മാറ്റിത്തരാൻ വേണ്ടി ഞങ്ങൾ ഇനി കയറാത്ത ഒരു ഓഫീസുകൾ ഞങ്ങളില്ല. കളക്ടറേറ്റ് വരെ കയറി. കളക്ടർ തന്നെ നിരന്തരം പഞ്ചായത്തിന് നിർദ്ദേശം കൊടുത്തു, എത്രയും പെട്ടെന്ന് ആ വഴിയുടെ പ്രശ്നം പരിഹരിച്ച് റിപ്പോർട്ട് അയക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് പോലും ഈ പഞ്ചായത്തിൽ നിന്ന് യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. ഒരു മേലുദ്യോഗസ്ഥനെ പോലും അംഗീകരിക്കാനുള്ള ഒരു നടപടി ഈ പഞ്ചായത്തിനില്ലാതെ വന്നുപോയത് വളരെ ഒരു ദയനീയാവസ്ഥയാണ്. ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായത് തന്നെ വണ്ടി വരാൻ പറ്റത്തില്ല, നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമ്മളിവിടുന്ന് ചുമന്നുകൊണ്ടേ പോകാൻ പറ്റത്തുള്ളൂ. ഈ വാഹനം വരാനുള്ള സൗകര്യം ഉണ്ടായിട്ട് പോലും നമുക്ക് ഭീഷണിയാണ്. നമുക്ക് നമ്മുടെ വീട്ടിൽ വരാൻ പറ്റുന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ, എനിക്ക് 80 വയസ്സുള്ള അമ്മയുണ്ട്, അവരെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. എൻ്റെ വീടിൻ്റെ അയലത്ത് ഒരു ആർമി ഉദ്യോഗസ്ഥൻ്റെ ഒരു തള്ളയുണ്ട്, അവർക്ക് വയ്യാത്തൊരു തള്ളയാണ്. അവരെ ഇന്ന് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ, അവർക്ക് ഒരു അസുഖം വന്നാൽ കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഈ വഴിയുടെ പ്രശ്നമായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് അവർ ആർമിയിൽ കൊടുത്തു, അവർ പലയിടത്തും കൊടുത്തു. ഞാനും ഇനി കയറാൻ ഈ കൊല്ലം കേരളത്തിൽ ഒരു സ്ഥാപനത്തിലും ഇല്ലാതെ പരാതി കൊടുക്കത്തില്ല. മനുഷ്യാവകാശ കമ്മീഷന് വരെ കൊടുത്തു, യാതൊരു നടപടി ഉണ്ടായില്ല. ഇതെല്ലാം ഞാൻ മന്ത്രിക്ക് കൊടുത്ത പേപ്പറുകളാണ് എൻ്റെ കയ്യിലിരിക്കുന്നതെല്ലാം. ഇനി ഞാൻ ഇന്ന് എന്ത് ചെയ്യണമെന്നുള്ളത് അധികാരപ്പെട്ടവർ ഇതിന് നേതൃത്വം ചെയ്ത് നടത്തി എന്താ വേണ്ടുന്നതെന്ന് കാര്യങ്ങൾ ചെയ്തു തരണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ നെടുത്തൂർ പഞ്ചായത്തിൽ 15-ാം വാർഡിൽ കൊച്ചുകുള പുത്തൻവീട് ഹരികൃഷ്ണൻ്റെ അമ്മയാണ്. ഇന്ത്യൻ ആർമി ഉദ്യോഗസ്ഥനാണ്. മോൻ പോകുന്നതിന് മുമ്പേ ഞങ്ങൾ നെടുത്തൂർ പഞ്ചായത്തിലും ഇലക്ട്രിസിറ്റിയിലും എല്ലായിടവും പരാതി കൊടുത്തേ. അവിടെ നിന്നും ഒരു വിധ സഹായം ഞങ്ങൾക്കുണ്ടായില്ല. അവസാനം മോൻ നാട്ടിൽ വരുന്നതിന് മുമ്പ് കൂട്ടുകാർ വിളിച്ചു പറഞ്ഞു, എടാ നിൻ്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ല, ഞങ്ങളെ കൊണ്ടുപോയ ആട്ടോ പോലും ഇങ്ങോട്ട് ഇറങ്ങി വരും, നീ ഒരു ആർമി ഉദ്യോഗസ്ഥനല്ലയോ, നിനക്ക് ഈ പോസ്റ്റ് ഒന്ന് മാറ്റിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിക്കൂടെ. അങ്ങനെ മോൻ ജില്ലാ കളക്ടർ തൊട്ട് എല്ലാവർക്കും കത്തയച്ചു. അവസാനം വരുന്നത് പുത്തൂർ പോലീസ് സ്റ്റേഷനിലാണ്, അവരാണ് റിപ്പോർട്ട് കൊടുക്കുന്നത്. മേളിൽ താമസിക്കുന്ന ഇന്ത്യൻ ആർമി ഉദ്യോഗസ്ഥനാണ്. അവരെ കൂടെ കക്ഷി ചേർത്താണ് ഇവർ കേസ് വിജയിക്കാൻ വേണ്ടി കാര്യങ്ങൾ നീക്കുന്നത്. പക്ഷേ എനിക്ക് വേറൊന്നും വേണ്ട, ഈ പോസ്റ്റൊന്നും അരുവിനോട്ട് മാറ്റി തരണം, ഒരു ആട്ടോ ഇവിടെ വരണം. എനിക്ക് സുഖമില്ലാത്ത 13 വർഷം കൊണ്ട് എനിക്ക് അസുഖമാണ്. ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഞാനൊരു കശുവണ്ടി തൊഴിലാളിയാണ്. എൻ്റെ മകൾ എറണാകുളത്ത് നിന്ന് പഠിക്കുക, മോൻ വെസ്റ്റ് ബംഗാളിലാണ് ജോലി ചെയ്യുന്നത്. പിള്ളേർക്ക് എൻ്റെ കാര്യം ഓർത്ത് അവർ ഭയങ്കര വിഷമത്തില്ല. ഇന്ന് ഉച്ചയ്ക്ക് മോൻ വിളിച്ചിട്ട് കരയുക. അമ്മയെ അങ്ങ് കൊണ്ടുപോകാനും പറ്റുന്നില്ല, അവന് ഫാമിലി അല്ലാത്തതുകൊണ്ട് ആ ഒരു ദുഃഖത്തിൽ പിള്ളേർ കഴിയുന്നത്. ഞാൻ ഈ കൊടുത്തത് മോൻ ആർമി ഉദ്യോഗസ്ഥൻ അവിടെ നിന്ന് അയച്ച പേപ്പറുകളാണ്. ഇവർ ദിവസേന കളിയാക്കുക. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഇനി പ്രധാനമന്ത്രിക്ക് കൊടുക്കാനേ അവർ വന്ന് പോസ്റ്റ് മാറ്റി തരുമെന്ന് എന്നെ കളിയാക്കുന്നത്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അട്ടഹാസവും ചിരിയുക. ഇതെല്ലാം കേട്ട് മാനസികമായിട്ട് ഒരുപാട് ടെൻഷനില്ല. ഇതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കണം. ഈ പോസ്റ്റ് മാറ്റുന്നത്, ഈ പോസ്റ്റ് നടക്കാൻ നിൽക്കുന്നതെന്ന് അവർക്കറിയത്തില്ല. അവർ വന്ന് എത്തി നോക്കുമ്പോൾ ഞങ്ങളിവിടെ കാണത്തില്ല. അത് കഴിഞ്ഞിട്ടാണ് എന്നെ ഫോൺ വിളിക്കുന്നത്, നിങ്ങളുടെ വീട്ടിൽ വന്നായിരുന്നു, നിങ്ങൾ എവിടെ പോയെന്ന് ചോദിക്കുന്നത്. ഇലക്ട്രിസിറ്റി, ഈ കൊട്ടാരക്കര ഇലക്ട്രിസിറ്റിയിൽ നിന്ന് പോസ്റ്റ് മാറ്റിയിടാൻ 23,000 രൂപ എന്നോട് ചോദിച്ചു. ഞാൻ 23,000 രൂപയും എടുത്തോട്ട്
ഇലക്ട്രിസിറ്റി ചെന്നപ്പം പറഞ്ഞ് ഇഞ്ചക്ഷൻ ഉണ്ട്, അതുകൊണ്ട് ഈ പോസ്റ്റ് മാറ്റാൻ ബുദ്ധിമുട്ടാണെന്ന്. അവർക്ക് എന്തുകൊണ്ട് ബുദ്ധിമുട്ട്? ഇത് പഞ്ചായത്തിൻ്റെ റോഡാണ്, ഈ കോളനിയിൽ മേപ്പോട്ട് പോകുന്ന റോഡാണിത്. ഇവർ എന്തുകൊണ്ടാണ് ഈ ഇഞ്ചക്ഷൻ ഓർഡർ കൊടുക്കുക? ഇവരുടെ മനസ്സിലുള്ള ഈഗോയാണ് ഇതിനെല്ലാം കാരണം. അത് എനിക്ക് പല സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് അധികാരികൾ അതിന് വേണ്ടുന്ന നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണം. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറുകയാണ്. ഇന്ത്യൻ ആർമി ഓഫീസുകളിൽ കൊടുത്ത പരാതിയാണിത്. ഒരു ആട്ടോ വന്നാൽ മതി, അവരുടെ ആരുടെയും പുരയിടം ഞങ്ങൾ എടുക്കുന്നില്ല. ഈ റോഡിൽ തന്നെ സ്ഥലം കിടപ്പുണ്ട്.